അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശത്രുക്കളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാൻ, കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് രക്ഷ കിട്ടാൻ, വലിയ മാരകവുമല്ലാത്തതുമായ രോഗങ്ങളിൽ നിന്നും ശിഫാ കിട്ടാൻ, അങ്ങനെ ഒരുപാട് ഇടങ്ങേറുകൾ മാറാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 5 ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്ത് നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധമായ ഖുർആനിലെ 105-ാമത്തെ സൂറത്ത് അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ്. ആ സൂറത്ത് ഏതാണ്? വിശദമായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, വിശുദ്ധമായ ഖുർആനിന്റെ 105-ാമത്തെ സൂറത്ത്, മക്കയിൽ അവതരിച്ച സൂറത്ത്, 5 ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്ത്, പല പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് ഓതുന്ന സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്ത്. പിന്നെയോ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ, ശത്രുവിൻ്റെ മനസ്സിൽ നമ്മെ പറ്റിയുള്ള ഭയം ഉണ്ടാകുവാൻ, അവനോട് നമ്മൾ നേരിടേണ്ടി വന്നാൽ നമുക്ക് വിജയമുണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇടങ്ങേറുകളും രോഗങ്ങളും അതുപോലെ കള്ളക്കേസുകളിൽ പെട്ടുപോയാൽ അതിൽ നിന്നും രക്ഷപ്പെടാനുമൊക്കെ പര്യാപ്തമാകുന്ന പ്രയോജനപ്രദമാകുന്ന ഒരു ചെറിയ സൂറത്താണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി പറയുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ, ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ ഒരു മനുഷ്യൻ ഓതിയാൽ, സൂറത്തുൽ ഫീൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. ആ സൂറത്ത്, ഈ ചെറിയൊരു സൂറത്ത്, 5 ആയത്ത് മാത്രമുള്ള ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അഅഫാഹുല്ലാഹു തആല അയ്യാമ ഹയാതിഹി മിനൽ ഖസ്ഫി വൽ മസ്ഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല കോലം മറിക്കുന്നതിനെ തൊട്ട് കാക്കുന്നതാണ്. മാത്രമല്ല ഭൂമി വിഴുങ്ങുന്നതിനെ തൊട്ട്, അഥവാ ഭൂകമ്പം ഉണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് അവനെ ആ ഒരു അദാബിൽ നിന്നും അല്ലാഹു തആല വലിയ കാവൽ നൽകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖവാസുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണുവാൻ സാധിക്കും, ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ, പല ആളുകൾക്കും സൂറത്തുൽ ഫീൽ എന്ന് കേൾക്കുമ്പോൾ അറിയില്ലായിരിക്കും. അലംതറ എന്ന് പറഞ്ഞാലാണ് ഈ സൂറത്ത് ഏതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവുക. അലംതറ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ ചെറിയ സൂറത്ത്, 5 ആയത്ത് മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു ദിവസം 11 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ശത്രുക്കളായ മുഴുവൻ ശത്രുക്കളിൽ നിന്നും അല്ലാഹു തആല അവനിക്ക് കാവൽ നൽകുന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ ഈ ഷർറിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളും ഉണ്ടാകുന്നത്. ആ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, അവൻ്റെ ഷർറിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ ഈ ചെറിയ സൂറത്ത് നമ്മെ രക്ഷിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ബഖറ, അതുപോലെ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ ഫീൽ, ഒരുപാട് സൂറത്തുകളുണ്ട്. ഇതുപോലുള്ള ഈ ഓരോ സൂറത്തുകളുടെയും പേര്, സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ അതിൻ്റെ അർത്ഥം പശു എന്നാണ്. സൂറത്തുൽ നഹ്ൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ്. സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ ജിന്നുകളെ പറ്റി പറയുന്ന സൂറത്താണ്. സൂറത്തുൽ അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ 8 പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ഈ പറയപ്പെട്ട സൂറത്തുകളിൽ ഈ പറയപ്പെട്ട ജീവികളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നതുപോലെ ഈ സൂറത്തുൽ ഫീലിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് വലിയ ഒരു ചരിത്രമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് തൊട്ടു മുമ്പ്, അതായത് നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ആനക്കലഹ, ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ ആനക്കലഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സൂറത്ത്, അതിനെ പരാമർശിക്കുന്ന ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്നത് ഖൈറുൽ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ,
അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെയും അതിലുള്ള മുഴുവൻ ഖൈറുകളെയും അല്ലാഹു തആല കൊടുക്കുമെന്ന്, അതിൻ്റെ മുഴുവൻ ഖൈറിനേക്കാളും വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുമെന്നാണ്. 2 റക്അത്ത്, അതായത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ആ നമസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു തആല ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ്. ഈ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ സൂറത്തുൽ ഫീലും ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാസൂർ രോഗം അഥവാ മൂലക്കുരു എന്ന് പറയുന്ന അസുഖത്തെ തൊട്ട് അല്ലാഹു തആല അവനെ കാക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സൂറത്തുൽ ഫീലിൻ്റെ ശ്രേഷ്ഠതയാണ് ഞാൻ പറയുന്നത്. അതായത് സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഈ 5 ആയത്ത് മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല ബാസൂർ രോഗത്തെ തൊട്ട് അഥവാ മൂലക്കുരു അസുഖത്തെ തൊട്ട് അല്ലാഹു തആല അവനിക്ക് കാവൽ നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് സുന്നത്തായിട്ട് നമ്മൾ സൂറത്ത് ഓതുമല്ലോ, ആ സൂറത്ത് ഓതുന്ന സമയത്ത് ആദ്യമായി അവൻ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നു. അതിനോടൊപ്പം തന്നെ അവൻ ഓതുന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതി. രണ്ടാമത്തെ റക്അത്തിൽ അവൻ ഫാത്തിഹ ഓതി കഴിഞ്ഞ് അലം തറ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് ഓതി, അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തും അവൻ പാരായണം ചെയ്തു. അതായത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ആ സുന്നത്ത് നിസ്കാരത്തിൽ 4 ചെറിയ സൂറത്തുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 ചെറിയ സൂറത്തുകൾ അവൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ അവന്റെ സ്ഥാനം എവിടെയാണെന്ന് അവനെ കണ്ണുകൊണ്ട് കാണിപ്പിച്ചിട്ടേ മരിപ്പിക്കൂ എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അതായത് മരിക്കുന്ന സമയത്ത് അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും സ്വർഗത്തിൽ അവന്റെ സ്ഥാനം എവിടെയാണെന്ന്. അത്രമാത്രം ശ്രേഷ്ഠതയാണ്. ഇത്രമാത്രം ശ്രേഷ്ഠതകൾ ഈ ഒരു സൂറത്തിനും ഈ ഒരു നിസ്കാരത്തിനും വരാനുള്ള കാരണം നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും ആ നിസ്കാരത്തെ ഗൗനിക്കാറില്ല, അല്ലെങ്കിൽ നിസ്കാരത്തെ ഗൗനിച്ചാൽ തന്നെ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വലിയ ശ്രേഷ്ഠത ഈ സൂറത്തിനും ഈ ആയത്തുകൾക്കും അതുപോലെ ഈ നിസ്കാരത്തിനും ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യമായിട്ട് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതുക. അതോടൊപ്പം തന്നെ ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതുക ഒന്നാമത്തെ റക്അത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലം തറ എന്ന് പറയുന്ന സൂറത്ത് ഓതി കഴിഞ്ഞ് പ്ലസ് അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതി. അപ്പോൾ 2 റക്അത്തിൽ 4 സൂറത്തായി. അപ്പോൾ ഈ 4 സൂറത്തും ഓതിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്ത് കാണും? അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കാണുമെന്നാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സഫർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് വരുന്ന നാളത്തെ സുബഹി നമസ്കാരം മുതൽ ആ സുബഹിക്ക് മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിച്ചിട്ട് ഈ സൂറത്തുകൾ പതിവാക്കുക. ഒരുപാട് പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നാളെ ശനിയാഴ്ച, പിന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പതിവാക്കാം. അതായത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇനി അല്ല, ബാക്കിയുള്ള ഏത് സുന്നത്ത് നിസ്കാരത്തിലും ഇതൊക്കെ ഓതാവുന്നതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ നമുക്കറിയാവുന്ന സൂറത്താണല്ലോ. ആ സൂറത്ത് ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ്. നമുക്കറിയാവുന്ന സൂറത്ത് ഓതുക, പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അപ്പോൾ ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലല്ലാതെ നമുക്കിത് ഓതാം. നിസ്കാരത്തിലല്ലാതെ നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉമ്മമാർക്ക് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് ഓതാവുന്നതാണ്. ഉപ്പമാർ വാഹനത്തിലാണെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കവേ, അല്ലെങ്കിൽ കടയിലിരിക്കവേ, അല്ലെങ്കിൽ പള്ളിയിലിരിക്കവേ, നടന്നു പോകവേ, ഏത് സമയത്തും നമുക്ക് ഈ സൂറത്തുകൾ പാരായണം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ ശത്രുക്കളെ അല്ലാഹു തആല പരാജയപ്പെടുത്തും. വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഇന്നത്തെ
ഈ വെള്ളിയാഴ്ച ഈ പകൽ തന്നെ നമുക്ക് ഒരുപാട് വട്ടം ഈ സൂറത്ത് ഓതുക. കുറഞ്ഞത് ഒരു 11 പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഓതുമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ഓരോ സഹോദരിയും ഓരോ സഹോദരനും മനസ്സിൽ കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ഈ ദിക്റുകളും ഈ സ്വലാത്തുകളും അതുപോലെ നമ്മൾ ഇന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഈ ഒരു സൂറത്ത്, ചെറിയൊരു സൂറത്ത്, സൂറത്തുൽ ഫീൽ, അത് നമുക്ക് കൃത്യമായി നിത്യമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ സഫർ മാസം ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ ഒരുപാട് പ്രയാസങ്ങളുള്ള മാസമാണ് എന്ന് നമ്മളിൽ പല ആളുകളും കരുതി വെച്ചതുകൊണ്ട് നമുക്കതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയ സംഭവങ്ങളൊക്കെ, നബിതങ്ങളുടെ വിവാഹം, പുന്നാര മകളാകുന്ന ഫാത്തിമാബിയുടെ നിക്കാഹ് നടന്നത്, അതുപോലെ നബിതങ്ങൾ ഹിജ്റ പുറപ്പെട്ടത്, മദീനയിൽ എത്തിച്ചേർന്നതിന് ശേഷം വലിയൊരു സൈന്യത്തെ നബിതങ്ങൾ ഉണ്ടാക്കിയത്, അതുപോലെ നബിതങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയ യുദ്ധങ്ങൾ, അതൊക്കെ സംഭവിച്ചത്